ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ വില എന്താണ്? 2 മഹാസാമ്രാജ്യങ്ങളുടെ മുഴുവൻ സമ്പത്തും, നീണ്ട 10 വർഷങ്ങളും, അനേകം പട്ടാളക്കാരും, അനേകം സിവിലിയന്മാരുടെ ജീവനും സ്വത്തും, ഇതെല്ലാം ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ വിലയാണെങ്കിലോ? അതെ, ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ ട്രോയിലെ അല്ലെങ്കിൽ സ്പാർട്ടയിലെ ഹെലൻ്റെ സൗന്ദര്യത്തിൻ്റെ വിലയാണ് മുൻപേ പറഞ്ഞത്. ടോക്കിംഗ് ഹിസ്റ്ററിയുടെ 3-ാമത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗ്രീക്ക് മിത്തോളജിയിൽ മനുഷ്യരിൽ ദേവാംശവും ദേവന്മാരിൽ മാനുഷികമായ ചാബല്യങ്ങളും ആരോപിച്ചു കാട്ടുക പതിവാണ്. അതുകൊണ്ട് തന്നെ ഗ്രീക്കോ റോമൻ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അയഥാർത്ഥവുമായി കൂടിക്കലർന്ന മിത്തുകളെ കൂടി പഠിക്കേണ്ടതുണ്ട്. സിയൂസ് ദേവൻ അരയന്ന രൂപം പൂണ്ട് ലിഡയെ പ്രാപിച്ചുവെന്നും ലിഡ 2 മുട്ടകളിട്ട് സ്വകാര്യമായി അടയിരുന്ന് വിരിയിച്ചെന്നുമാണ് മിത്ത്. മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് 4 കുഞ്ഞുങ്ങൾ, 2 സുന്ദരന്മാരായ ആൺകുഞ്ഞുങ്ങളും 2 പെൺകുഞ്ഞുങ്ങളും. അതിൽ ഒരു പെൺകുഞ്ഞ് അതിവിരൂപയും മറ്റേത് അതിസുന്ദരിയുമായിരുന്നു. ആ അതിസുന്ദരിയായ പെൺകുഞ്ഞാണ് ഹെലൻ. യുദ്ധവീരന്മാരായ പൊല്ലൂസിൻ്റെയും ക്ലൈറ്റംനെസ്ട്രയുടെയും പ്രിയ സഹോദരിയായി ഹെലൻ വളർന്നു. ഹെലൻ്റെ സൗന്ദര്യം അവളുടെ കുട്ടിക്കാലം തൊട്ടേ വിഖ്യാതമായിരുന്നു. കവികൾ അവളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ വാക്കുകൾ പോരാഞ്ഞ് അലഞ്ഞു. അന്ധകവി ഹോമറുടെ ഇലിയഡ്, ഒഡീസി എന്നീ ഇതിഹാസങ്ങളുടെ അടിസ്ഥാന പ്രമേയം ഹെലൻ്റെ സൗന്ദര്യത്തിലാണ് നിദാനപ്പെടുത്തിയിരിക്കുന്നത്. അരിസ്റ്റോഫാനസ്, ലിയാറോ, യൂറിപ്പിഡസ് എന്നീ വിഖ്യാത കവികളും ഹെലൻ്റെ സൗന്ദര്യത്തെ അടയാളപ്പെടുത്തി. സംഭവബഹുലമായിരുന്നു ഈ വിശ്വസുന്ദരിയുടെ ജീവിതം. ഒരിക്കൽ ഏഥൻസിലെ നായകനായ തെയ്സസ് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവളെ കാണാനെത്തി. എന്നാൽ അവളുടെ അംഗലാവണ്യവും മുഖസൗന്ദര്യവും കണ്ട തെയ്സസ് അവളെ അപഹരിച്ചു കൊണ്ടുപോയി. അന്ന് അവൾക്ക് പ്രായം വെറും 12 വയസ്സ്. പൊന്നും പട്ടും വിശിഷ്ട ഭോജ്യങ്ങളും നൽകി തെയ്സസ് അവളെ കൊട്ടാരത്തിൽ പാർപ്പിച്ചു. എന്നാൽ യുദ്ധവീരന്മാരായ അവളുടെ സഹോദരന്മാർ ക്ലൈറ്റംനെസ്ട്രയും പൊല്ലൂസും അവളെ വീണ്ടെടുത്തു കൊണ്ടുവന്നു. പിന്നീട് സ്പാർട്ടയിലെ രാജാവായ മെലീനസ് വൻ തുകയും സ്ഥാനമാനങ്ങളും നൽകി അവളെ സ്വന്തമാക്കാനുള്ള അനുമതി സഹോദരന്മാരിൽ നിന്നും കൈക്കലാക്കി. സ്പാർട്ടയിലെ മെലീനസിൻ്റെ ഭാര്യ എന്ന മേൽവിലാസത്തിൽ ഹെലൻ ഏറെ പ്രസിദ്ധയായി. പിന്നീട് ഹെലൻ ലെക്കോനിയ എന്ന പ്രവിശ്യയുടെ രാജ്ഞിയുമായി, മെലീനസിൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയും. ഇനിയുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ മറ്റൊരു മിത്തിക്കൽ സ്റ്റോറി കൂടി അറിയേണ്ടതുണ്ട്. ഗ്രീസിലെ പൂർണ്ണ ഗർഭിണിയായ ഹെക്യൂബ റാണി പ്രസവത്തിൻ്റെ തലേന്നാൾ ഒരു സ്വപ്നം കണ്ടു. അവൾ ഒരു തീപ്പന്തത്തെ പ്രസവിക്കുന്നതായി. റാണി ഉടൻ തന്നെ ഈ വിവരം രാജാവിനോട് പറഞ്ഞു. രാജാവാകട്ടെ രാജപുരോഹിതനെയും ഇക്കാര്യം അറിയിച്ചു. ജനിക്കുന്ന കുഞ്ഞ് രാജ്യത്തെ ഉന്മൂലനം ചെയ്യാനായി പിറവിയെടുക്കുന്നവനാണെന്ന് രാജപുരോഹിതൻ അറിയിച്ചു. ഈ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ചുകൂടെന്നും ഉടനെ കൊന്നുകളയേണ്ടത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണെന്നും അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. പിറ്റേന്ന് റാണി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. അവനെ അലക്സാൻഡ്രോസ് എന്ന് വിളിച്ചു. കൊന്നുകളയാൻ മനസ്സു വരാഞ്ഞതിനാൽ റാണി അവനെ ഒരു ഇടയ സംഘത്തിന് കൈമാറി. കുഞ്ഞു ശരീരത്തിൽ ആയുധം തൊടിയിക്കാൻ തോന്നാഞ്ഞ് ആ ഇടയ സംഘം കുഞ്ഞിനെ കരടികളുടെ ആവാസ കേന്ദ്രമായ വനാന്തർഭാഗത്ത് ഉപേക്ഷിച്ചു. 9-ാം ദിവസം അതുവഴി വന്ന ഇടയ സംഘം കുഞ്ഞ് ഒരു കരടിയുടെ പാൽ കുടിച്ചുകൊണ്ട് അമ്മ കരടിയോടൊപ്പം മയങ്ങുന്നതാണ് കണ്ടത്. സംഘം അവനെ വീണ്ടെടുത്ത് ട്രോയ് കൊട്ടാരത്തിലെത്തിച്ചു. ട്രോയിലെ രാജാവ് സുന്ദരനും വിവേകശാലിയുമായ ആ ബാലനെ രാജകുമാരനായി അവരോധിച്ചു. അവൻ പ്രിൻസ് പാരീസ് എന്നറിയപ്പെട്ടു. ഒരിക്കൽ പെലിയൂസിൻ്റെയും തെറ്റിസിൻ്റെയും ആഡംബരപൂർണമായ വിവാഹ വിരുന്ന് നടക്കുകയായിരുന്നു. കലഹദേവതയായ ഈറിസ് ഒഴികെ മറ്റെല്ലാ ദേവതമാർക്കും വിരുന്നിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. അത്യാർഭാടകരമായ ആ വിരുന്നിലേക്ക് ക്ഷണം കിട്ടാഞ്ഞത് ഈറീസിന് വലിയ അമർഷമുണ്ടാക്കി. പരിഭവം പിഴഞ്ഞ ഈറീസ് ഒരു സ്വർണ്ണ ആപ്പിളിൽ ഏറ്റവും സുന്ദരിക്ക് എന്ന് ആലേഖനം ചെയ്ത് അതിഥികൾക്കിടയിലേക്ക് എറിഞ്ഞുകൊടുത്തു. ആപ്പിളിനെ ചൊല്ലി ബുദ്ധിദേവതയായ ഹീരയും സൗന്ദര്യദേവതയായ ആഫ്രൊഡൈറ്റിയും കലയുടെ ദേവതയായ അഥീനയും തമ്മിൽ പൊരിഞ്ഞ വാക്കേറ്റമായി. തർക്കത്തിന് പരിഹാരം കണ്ടെത്താൻ പെലിയൂസ് പാരീസിനെ ചുമതലപ്പെടുത്തി. പാരീസ് സൗന്ദര്യദേവതയായ ആഫ്രൊഡൈറ്റിയാണ് ആപ്പിളിൻ്റെ യഥാർത്ഥ അവകാശിയെന്ന് വിധിച്ചു. പ്രത്യുപകാരമായി ആഫ്രൊഡൈറ്റി പാരീസിന് ലോകത്തിൻ്റെ സൗന്ദര്യധാമത്തെ വാഗ്ദാനം ചെയ്തു. അത് മറ്റാരുമായിരുന്നില്ല, ഹെലൻ, സ്പാർട്ടയിലെ മെലീനസിൻ്റെ ഭാര്യ ഹെലൻ.
അങ്ങനെ സ്പാർട്ടയിലെ ഹെലൻ ട്രോയിലെ ഹെലനായി മാറി. പാരീസ് രാജകുമാരൻ രായ്ക്കുരാമാനം സ്പാർട്ടയിൽ നിന്ന് ഹെലനെ കടത്തിക്കൊണ്ടുപോയി ട്രോയിലേക്ക്, അതും ആഫ്രൊഡൈറ്റിയുടെ പിന്തുണയോടുകൂടി. ഈ സംഭവമാണ് വിഖ്യാതമായ ട്രോജൻ യുദ്ധത്തിൻ്റെ ഹേതു. തങ്ങളുടെ രാജ്ഞിയെ പാരീസ് അപഹരിച്ചു കൊണ്ടുപോയത് സ്പാർട്ടയിലെ ജനങ്ങൾക്ക് വലിയ അപമാനമായി തോന്നി. അവർ ഇതിനെതിരെ ആഞ്ഞടിക്കാൻ തന്നെ തീരുമാനിച്ചു. തുടർന്ന് 10 വർഷം അഥവാ BC 1194 മുതൽ 1184 വരെ നീണ്ടുനിന്ന ട്രോജൻ യുദ്ധം അരങ്ങേറി. ഗ്രീസിലെ ഐതിഹാസിക യുദ്ധവീരന്മാരിൽ പലരും പിറന്നത് ട്രോജൻ യുദ്ധത്തിലൂടെയാണ്. അക്കില്ലസ്, ആക്മെനസ്, ഒഡീസസ്, മെനിലോസ് തുടങ്ങിയ നിരവധി യുദ്ധവീരന്മാർ. പാശ്ചാത്യ സംസ്കാരത്തെ സംബന്ധിച്ച് സുപ്രധാനമായ സംഭവമാണ് ട്രോജൻ യുദ്ധം. ട്രോജൻ യുദ്ധകാലത്ത് മധ്യധരണ്യാഴി പ്രദേശത്തെ രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം ലിഖിതങ്ങൾ അടുത്ത കാലത്തായി ലഭിക്കുകയുണ്ടായി. 3 വൻശക്തികളാണ് അന്ന് ഈ പ്രദേശത്തുണ്ടായിരുന്നത്. ഈജിപ്ഷ്യൻ സാമ്രാജ്യം, ഹെറ്റിറ്റ് സാമ്രാജ്യം, മൈസീനിയൻ സാമ്രാജ്യം എന്നിവയായിരുന്നു അവ. ഈ 3 പ്രദേശങ്ങളിലെ ഭരണാധികാരികൾക്ക് മാത്രമേ ഗ്രേറ്റ് കിങ് എന്ന പദവിക്ക് അർഹതയുണ്ടായിരുന്നുള്ളൂ. അതിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു ഭൂഭാഗത്താണ് ട്രോയ് സ്ഥിതി ചെയ്തിരുന്നത്. ട്രോയ് ഒരു തുറമുഖവും വാണിജ്യ നഗരവും കൂടിയായിരുന്നു. അതിനാൽ തന്നെ സ്പാർട്ടക്കാർ തങ്ങളുടെ രാജ്ഞിയെ വീണ്ടെടുക്കാൻ വേണ്ടി ആരംഭിച്ച യുദ്ധത്തിൽ മേൽപ്പറഞ്ഞ 3 വൻശക്തികൾക്ക് തക്കതായ സാമ്രാജ്യ വികസന ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. യുദ്ധം ആരംഭിച്ചു. ആദ്യ 9 വർഷങ്ങളിൽ ധാരാളം ആളും അർത്ഥവും കുരുതു കഴിച്ചു എന്നല്ലാതെ യുദ്ധത്തിൽ ഒരു കക്ഷിക്കും വിജയിക്കാനായില്ല. 10ാം വർഷം ഗ്രീക്കുകാർ പ്രസിദ്ധമായ ട്രോജൻ മരക്കുതിരയെ ഉണ്ടാക്കി. ഗ്രീക്കുകാരുടെ പോരാട്ടത്തിൻ്റെയും യുദ്ധതന്ത്രങ്ങളുടെയും പ്രതീകമായി കരുതുന്ന ഒന്നാണ് ട്രോജൻ കുതിര. ശക്തമായ സുരക്ഷാ വലയങ്ങളുള്ള നാടാണ് ട്രോയ്. ട്രോയ് നഗരത്തെ ചുറ്റി അതിശക്തമായ കോട്ടയും കോട്ടയ്ക്ക് പുറത്ത് ബൃഹത്തായ കിടങ്ങുകളും ഉണ്ടായിരുന്നു. കിടങ്ങുകളിൽ നരഭോജികളായ മുതലകളെ വളർത്തിയിരുന്നു. ചുരുക്കത്തിൽ പുറത്തുനിന്ന് ട്രോയ് നഗരത്തിനുള്ളിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കുക അസാധ്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഗ്രീക്ക് സൈന്യം ഒരു ഭീമനായ മരക്കുതിരയെ ഉണ്ടാക്കി. കാലുകൾക്കടിയിൽ ചക്രം ഘടിപ്പിച്ചു. അതിനുള്ളിൽ ഒഡീസിയസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത സായുധരായ യോദ്ധാക്കളെയും കയറ്റി. കുതിരയെ ഉപേക്ഷിച്ച് ഗ്രീക്ക് സൈന്യം യുദ്ധത്തിൽ നിന്ന് തോറ്റു പിന്മാറുന്നുവെന്ന പ്രതീതി ജനിപ്പിച്ച് സൈനികർ വള്ളങ്ങളിൽ കയറി തിരിച്ചു തുഴഞ്ഞു. വിജയം സ്വയം പ്രഖ്യാപിച്ച ട്രോയ് സൈന്യം ഈ കുതിരയെയും വലിച്ച് ആഘോഷപൂർവ്വം ട്രോയ് നഗരത്തിനുള്ളിലേക്ക് നീങ്ങി. കോട്ടവാതിലുകൾ അടഞ്ഞു. 2 നാൾ നീണ്ട വിജയാഘോഷമായിരുന്നു പിന്നീട് ട്രോയ് നിവാസികൾക്ക്. അവർ മദ്യപിച്ചും നൃത്തം ചെയ്തും തളർന്നുറങ്ങിയ വേളയിൽ കുതിരയ്ക്കുള്ളിൽ നിന്നും യോദ്ധാക്കൾ പുറത്തു വന്നു. കോട്ടയ്ക്ക് പുറത്ത് കാത്തുനിൽക്കുന്ന സൈനികർക്ക് അവർ കോട്ടവാതിൽ തുറന്നുകൊടുത്തു. പിന്നെ നിമിഷങ്ങൾക്കകം ട്രോയ് നഗരം അക്ഷരാർത്ഥത്തിൽ വെണ്ണീറായി. ഗ്രീക്കുകാർ ഹെലനെ വീണ്ടെടുത്തു. അവൾ വീണ്ടും സ്പാർട്ടയുടെ സ്വന്തമായി. ഇതാണ് സ്പാർട്ടയിലെ ഹെലന്റെ കഥ, ഒരു റാണിയുടെ ഐതിഹാസിക സൗന്ദര്യത്തിന്റെ കഥ.